നമസ്കാരം. നിരാമിത്ര ആയുർവേദ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പലരും പുറത്തു പറയാൻ മടിക്കുന്നതും എന്നാൽ അസഹനീയമായ വേദനയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന ഒന്നാണ് അർശസ് അഥവാ പൈൽസ്. തെറ്റായ ഭക്ഷണരീതിയും ജീവിതശൈലിയുമാണ് ഇതിന്റെ പ്രധാന കാരണം. തുടക്കത്തിലേ ശ്രദ്ധിച്ചാൽ ശസ്ത്രക്രിയയില്ലാതെ തന്നെ ആയുർവേദത്തിലൂടെ ഈ അവസ്ഥയെ മാറ്റിയെടുക്കാൻ സാധിക്കും. പൈൽസ് വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? മലബന്ധം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? അർശസിന് ആയുർവേദം നിർദ്ദേശിക്കുന്ന ഫലപ്രദമായ ഒറ്റമൂലികൾ ഏതൊക്കെയാണെന്നും ഈ വീഡിയോയിലൂടെ നിരാമിത്ര വിശദീകരിക്കുന്നു. ആയുർവേദത്തിൽ അർശസിനെ അഗ്നിമാന്ദ്യം അഥവാ ദഹനക്കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗമായാണ് കാണുന്നത്. ദഹനം ശരിയായി നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കഠിനമായ മലബന്ധം ഗുദഭാഗത്തെ രക്തക്കുഴലുകളിൽ സമ്മർദ്ദമുണ്ടാക്കുന്നതാണ് ഇതിന് കാരണം. പ്രധാന കാരണങ്ങൾ: നാരുകൾ അഥവാ ഫൈബർ കുറഞ്ഞ ഭക്ഷണരീതി, ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത്, എരിവും പുളിയും അമിതമായ ഭക്ഷണങ്ങൾ, ഒരേ ഇരിപ്പിൽ ദീർഘനേരം ഇരിക്കുന്നത്. പൈൽസ് അകറ്റാൻ നിരാമിത്ര നിർദ്ദേശിക്കുന്ന ലളിതമായ ചില വഴികൾ ഇതാ. മോര് അഥവാ ബട്ടർ മിൽക്ക്. പൈൽസ് രോഗികൾക്ക് അമൃതിന് തുല്യമാണ് സംഭാരം അഥവാ മോര്. ഇതിലൽപ്പം ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് കുടിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ചേന. ആയുർവേദമനുസരിച്ച് അർശസിന് ഏറ്റവും മികച്ച ഭക്ഷണമാണ് ചേന. ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മലബന്ധം കുറയ്ക്കാൻ സഹായിക്കും. കടുക്ക. രാത്രി കിടക്കുന്നതിനു മുൻപ് കടുക്കപ്പൊടി ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് സുഗമമായ ശോധനയ്ക്ക് സഹായിക്കും. ഉണക്കമുന്തിരി. രാത്രി വെള്ളത്തിൽ കുതിർത്തുവെച്ച 10-15 ഉണക്കമുന്തിരി രാവിലെ കഴിക്കുന്നത് മലബന്ധം ഒഴിവാക്കാൻ വളരെ നല്ലതാണ്. ദിവസവും ധാരാളം വെള്ളം കുടിക്കുക. ഇലക്കറികളും പഴവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. മൈദ വിഭവങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കുക. മലബന്ധമില്ലാതെ നോക്കുക എന്നതാണ് പൈൽസ് തടയാനുള്ള ഏറ്റവും വലിയ പോംവഴി. ശ്രദ്ധിക്കുക, മലാശയത്തിലൂടെ രക്തം പോവുകയോ കഠിനമായ വേദനയോ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സ നിൽക്കാതെ ഉടൻ തന്നെ ഒരായുർവേദ ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തേണ്ടതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ പ്രകൃതിദത്തമായ ആരോഗ്യ അറിവുകൾക്കായി നിരാമിത്ര സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.